രണ്ട് ദിനവൃത്താന്തം 25-ാം അധ്യായം. അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യെഹോവദ്ദാൻ എന്നു പേർ. അവൾ യെരൂശലേംകാരത്തിയായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അല്ലതാനും. രാജ്യത്വം അവന് ഉറച്ച ശേഷം അവൻ തൻ്റെ അപ്പനായ രാജാവിനെ കൊന്ന തൻ്റെ ഭൃത്യന്മാർക്ക് മരണശിക്ഷ നടത്തി. എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല. അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത്, പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത്. ഓരോരുത്തൻ താൻ്റെ സ്വന്തം പാപം നിമിത്തമേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എന്നാൽ അമസ്യാവ് യഹൂദയെ കൂട്ടിവരുത്തി എല്ലാ യഹൂദയും ബെന്യാമീനുമായി അവരെ സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴെ പൃഥുഭവനമായി നിർത്തി. 20 വയസ്സു മുതൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിചയമെടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കൾ 3 ലക്ഷമെന്ന് കണ്ടു. അവൻ ഇസ്രായേലിൽ നിന്ന് 1 ലക്ഷം പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. എന്നാൽ ഒരു ദൈവപുരുഷൻ അവൻ്റെ അടുക്കൽ വന്ന്, രാജാവേ, ഇസ്രായേലിൻ്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത്. യഹോവ ഇസ്രായേലിനോടുകൂടെ എല്ലാ എഫ്രൈമരോടും കൂടെ തന്നെയില്ല. നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കുക. അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിന് മുമ്പിൽ വീഴിച്ചേക്കാം. സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അമസ്യാവ് ദൈവപുരുഷനോട്, എന്നാൽ ഞാൻ ഇസ്രായേൽ പടക്കൂട്ടത്തിന് കൊടുത്ത 100 താലന്തിന് എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് ദൈവപുരുഷൻ, അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അമസ്യാവ് അവരെ എഫ്രൈമിൽ നിന്ന് തൻ്റെ അടുക്കൽ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് വേർതിരിച്ചു. അവരുടെ കോപം യഹൂദയ്ക്ക് നേരെ ജ്വലിച്ചു. അവർ അതികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം അമസ്യാവ് ധൈര്യപ്പെട്ട് തൻ്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പ് താഴ്വരെ ചെന്നു. സേയീര്യൽ 10,000 പേരെ നിഗ്രഹിച്ചു. വേറെ 18,000 പേരെ യഹൂദ്യർ ജീവനോടെ പിടിച്ചു. പാറമുകളിൽ കൊണ്ടുപോയി പാറമുകളിൽ നിന്ന് തള്ളിയിട്ടു. അവരെല്ലാവരും തകർന്നുപോയി. എന്നാൽ തന്നോടുകൂടെ യുദ്ധത്തിന് പോരാതെ ഇരുപ്പാൻ അമസ്യാവ് മടക്കി അയച്ചിരുന്ന പടക്കൂട്ടത്തിലെ ആളുകൾ ശമര്യ മുതൽ ബെത്ത് ഹോരോൻ വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ച് 3000 ആളുകളെ കൊന്ന് വളരെ കൊള്ളയിട്ടു. എന്നാൽ അമസ്യാവ് ഏദോമ്യരെ സംഹരിച്ചു മടങ്ങി വന്ന ശേഷം അവൻ സേയീര്യരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിൻ്റെ നേരെ ജ്വലിച്ചു. അവനൊരു പ്രവാചകനെ അവൻ്റെ അടുക്കൽ അയച്ചു. നിന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്തെന്ന് അവനോട് പറയിച്ചു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ? മതി, നീ വെറുതെ വെട്ടുകൊണ്ട് ചാകുന്നത് എന്തിനെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ മതിയാക്കി, നീ എൻ്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നെന്ന് പറഞ്ഞു. അനന്തരം യഹൂദ രാജാവായ അമസ്യാവ് ആലോചന കഴിച്ചിട്ട് ഇസ്രായേൽ രാജാവായ യേഹൂവിൻ്റെ മകനായ യഹോവാഹാസിൻ്റെ മകൻ യോവാശിൻ്റെ അടുക്കൽ ആളയച്ചു. വരിക, നാം തമ്മിലൊന്ന് നോക്കുക എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവായ യോവാശ് യഹൂദ രാജാവായ അമസ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ലബാനോനിലെ മുൾപ്പടർപ്പ് ലബാനോനിലെ ദേവദാരുവിൻ്റെ അടുക്കൽ ആളയച്ചു. നിന്റെ മകളെ എൻ്റെ മകന് ഭാര്യയെ തരികയെന്ന് പറയിച്ചു. എന്നാൽ ലബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു എന്ന് മുൾപ്പടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു. ഏദോമ്യരെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു. പമ്പ് പറവാൻ തക്കോണം നിന്റെ മനസ്സ് നിഗളിച്ചിരിക്കുന്നു. വീട്ടിൽ അടങ്ങി പാർത്തുകൊള്ളുക. നീയും യഹൂദയും വീഴുവാൻ തക്കോണം അനർത്ഥത്തിൽ ഇടപെടുന്നത് എന്തിന്? എന്നാൽ അമസ്യാവ് കേട്ടില്ല. അവർ ഏദോമ്യ ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവരെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു. അങ്ങനെ ഇസ്രായേൽ രാജാവായ യോവാശ് പുറപ്പെട്ടു ചെന്ന് അവനും യഹൂദ രാജാവായ അമസ്യാവും യഹൂദയ്ക്കുള്ള ബെത്ത് ഷേമേശിൽ വെച്ച് തമ്മിൽ നേരിട്ടു. യഹൂദ ഇസ്രായേലിനോട് തോറ്റു. ഓരോരുത്തൻ താൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ രാജാവായ യോവാശ് യഹോവാഹാസിൻ്റെ മകനായ യോവാശിൻ്റെ മകനായി യഹൂദ രാജാവായ അമസ്യാവെ ബേത്ത് ഷേമേശിൽ വെച്ച് പിടിച്ച് യെരൂശലേമിൽ കൊണ്ടുവന്നു. യെരൂശലേമിൻ്റെ മതിൽ എഫ്രൈമിൻ്റെ പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ 400 മുഴം ഇടിച്ചു കളഞ്ഞു. അവൻ ദേവാലയത്തിൽ ഓബേദ്ഏദോമിൻ്റെ പക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും വെള്ളിയും സകല പാത്രങ്ങളും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ച് ശമര്യയിലേക്ക് മടങ്ങിപ്പോയി. ഇസ്രായേൽ രാജാവായ യഹോവാഹാസിൻ്റെ മകൻ യോവാശ് മരിച്ച ശേഷം യഹൂദ രാജാവായ യോവാശിൻ്റെ മകൻ അമസ്യാവ് 15 സംവത്സരം ജീവിച്ചിരുന്നു. എന്നാൽ അമസ്യാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യവസാനം യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ യെരൂശലേമിൽ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അത് നിമിത്തം അവൻ ലാഗീഷിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ ലാഗീഷിലേക്ക് അവൻ്റെ പിന്നാലെ ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്നു യഹൂദയുടെ മൂലനഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു.